നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഗാർഹിക പീഡനം, അതിന്റെ പേരിലൊരു ആത്മഹത്യ. ഏറെ ഞെട്ടലോടെയാണ് 27 വയസ്സുകാരിയുടെ മരണവാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത്. യുവതി വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷേ ഭർത്താവിന്റെ നിരന്തരമായിട്ടുള്ള ചൂഷണം, ഭർത്താവിന്റെ വീട്ടുകാരുടെ നിരന്തരമായിട്ടുള്ള ചൂഷണം ഒടുക്കം അവൾ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ടെക് ജീവനക്കാരിയായിട്ടുള്ള യുവതി പാനിപൂരി ജീവനക്കാരനായിട്ടുള്ള യുവാവുമായിട്ട് ജീവിതം ആരംഭിച്ച് ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് യുവതിക്ക് നിറം പോരാ എന്ന് പറഞ്ഞു തുടങ്ങിയ പ്രശ്നം പിന്നീട് വിവാഹത്തിന്റെ ഭാഗമായിട്ട് ലഭിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ അളവൊക്കെ പറഞ്ഞ് പ്രശ്നമാകുന്നത്. പിന്നീട് യുവതി നിരന്തരമായിട്ടുള്ള ഗാർഹിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം. ബാംഗ്ലൂരുവിലെ സുദ്ദഗുന്ത പള്ളിയിൽ വെച്ചാണ് 27-കാരിയായിട്ടുള്ള യുവതി മരിച്ചത്. സംഭവത്തിൽ പോലീസിൽ കുടുംബം പരാതി നൽകിയിരുന്നു. ഭർത്തൃവീട്ടുകാരുടെ സ്ത്രീധനം ചോദിച്ചുകൊണ്ടുള്ള പീഡനത്തിന് പിന്നാലെയാണ് തന്റെ മകൾ ആത്മഹത്യ ചെയ്തതെന്നാണ് വീട്ടുകാർ പരാതി നൽകിയിരിക്കുന്നത്. മുൻ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രവണായിരുന്നു ശില്പ എന്ന് പറയുന്ന യുവതിയുടെ ഭർത്താവ്. 2.5 വർഷം മുമ്പാണ് ഇരുവരും വിവാഹിതരാകുന്നത്. ഇവർക്ക് 1.5 വയസ്സുള്ള ഒരു മകനുമുണ്ട്. പ്രവീൺ വിവാഹം കഴിഞ്ഞ 1 വർഷത്തിന് ശേഷം യുവതിയെ പലതരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ജോലി വിട്ട് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ബിസിനസ്സിലേക്ക് ഇയാൾ കടക്കുകയും ചെയ്തു. വിവാഹ സമയത്ത് പ്രവീണിന്റെ കുടുംബം 15 ലക്ഷം രൂപയും 150 ഗ്രാം സ്വർണവുമായിരുന്നു നൽകിയത്. വീട്ടു സാധനങ്ങളും സ്ത്രീധനം എന്നോണം അവർ ആവശ്യപ്പെട്ടിരുന്നു. അത് ശില്പയുടെ വീട്ടുകാർ നൽകിയിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും പരിഗണിക്കാതെയാണ് പെൺകുട്ടിയോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഈ വീട്ടുകാരടക്കം പെരുമാറിയിരുന്നത് എന്നാണ് ഇപ്പോൾ പരാതിയായി നൽകിയിരിക്കുന്നത്. ആവശ്യങ്ങൾ നിറവേറ്റാൻ ശില്പയെ ഭർത്തൃ വീട്ടുകാർ സമ്മർദ്ദം ചെലുത്തിയിരുന്നതായിട്ടും ശില്പയുടെ മാതാപിതാക്കൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. നിറത്തിന്റെ പേരിൽ ശില്പയെ കുടുംബം മോശമായിട്ടാണ് കണ്ടിരുന്നത് എന്നും അവർ ആരോപിക്കുന്നു. ഇരുനിറമാണ് എന്നും തന്റെ മകന് യോജിച്ച പെൺകുട്ടിയല്ല നീ എന്നുമാണ് യുവാവിന്റെ മാതാപിതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനേക്കാൾ നല്ല പെൺകുട്ടിയെ തങ്ങളുടെ മകന് കിട്ടുമെന്നും പ്രവീണിന്റെ അമ്മ പറഞ്ഞതായിട്ടും ശില്പയുടെ കുടുംബം ആരോപിക്കുന്നു. 6 മാസങ്ങൾക്ക് മുമ്പ് പ്രവീണിന്റെ കുടുംബം ബിസിനസ് ആവശ്യത്തിനെന്ന പേരിലാണ് 5 ലക്ഷം രൂപ ചോദിച്ചത്. അത് നൽകിയില്ല എന്നതിനെ തുടർന്ന് വീണ്ടും ഗാർഹിക പീഡനങ്ങൾ തുടരുകയായിരുന്നു എന്ന് ശില്പയുടെ കുടുംബം ആരോപിക്കുന്നു. സംഭവത്തിൽ സ്ത്രീധന പീഡനത്തിനാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകിയെങ്കിലും കുടുംബത്തിന്റെ പരാതി വലിയ രീതിയിൽ ആശയക്കുഴപ്പം നിലനിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. സംഭവത്തിൽ കൂടുതൽ നടപടികൾ കൈക്കൊള്ളുന്ന സാഹചര്യമാണ്. സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള പീഡനത്തിനെ തുടർന്നുള്ള 27-കാരുടെ ആത്മഹത്യയിൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. IT കമ്പനി ജീവനക്കാരനായിട്ടുള്ള ബാംഗ്ലൂരു സുദ്ദഗുണ്ടേപാല്യ എന്ന് പറയുന്ന സ്ഥലത്തെ ശില്പ പഞ്ചാംഗത്തിന്റെ മരണത്തിലാണ് ഭർത്താവ് പ്രവീണിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 1.5 മാസം ഗർഭിണിയായിരുന്നു ശില്പ മരണപ്പെടുമ്പോൾ. 2022 ഡിസംബറിലായിരുന്നു പ്രവീണുമായിട്ട് ശില്പയുടെ വിവാഹം. 35 ലക്ഷത്തോളം രൂപയും 150ഓളം ഗ്രാം സ്വർണവുമായിരുന്നു സ്ത്രീധനമായി ഇവർക്ക് നൽകിയത്. IT കമ്പനി ജീവനക്കാരായിരുന്ന പ്രവീൺ പിന്നീട് രാജിവെച്ച് പാനിപൂരി വിൽപ്പന ബിസിനസ്സിലേക്ക് കടക്കുകയായിരുന്നു. ഇതിനിടെ ദമ്പതികൾക്ക് ഒരു മകൻ ജനിച്ചു. പ്രവീണും അമ്മയും ചേർന്നുകൊണ്ട് 5 ലക്ഷം രൂപ വീണ്ടും സ്ത്രീധനമായി ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങൾ വഷളായത്. ഇതിന്റെ പേരിൽ മാനസികവും ശാരീരികവുമായിട്ട് യുവതിയെ ഉപദ്രവിക്കുന്ന സാഹചര്യത്തിൽ വരെ എത്തുകയായിരുന്നു. പണം കിട്ടാതായതോടെ പ്രവീണിന്റെ കുടുംബം ശില്പയെ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞുവിടുകയടക്കം ചെയ്തു. പക്ഷേ കഷ്ടപ്പെട്ട് പണം കണ്ടെത്തി മകളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരികെ അയക്കാനുള്ള ശ്രമത്തിലായിരുന്നു ആ കുടുംബം. ഇതിനിടയിലാണ് പീഡനം തുടർന്നുകൊണ്ടേയിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ യുവതി മരണപ്പെടുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 26-നാണ് ശില്പ ഇതൊക്കെ സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തെന്നുള്ള വിവരം പ്രവീണിന്റെ വീട്ടുകാർ അറിയുന്നത്. സ്ഥലത്തെത്തിയ ശില്പയുടെ വീട്ടുകാർ കണ്ടത് ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ നിലയിൽ മകളുടെ ജീവനറ്റ ശരീരമായിരുന്നു. തുടർന്ന് ശാരദയുടെ പരാതിയിൽ കേസെടുത്ത് പ്രവീണിനെ അറസ്റ്റ് ചെയ്യുകയാണ് പോലീസ് ചെയ്തത്. എന്തായാലും സ്ത്രീധന പീഡനം, അത്തരത്തിലുള്ള വാർത്തകൾ രാജ്യത്ത് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിലും സമാന രീതിയിലുള്ള നിരവധി വാർത്തകളാണ് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് സ്ത്രീധനം എന്നത്. ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇത്തരത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു വിഷയമാണ്. എങ്കിൽ പോലും അത് നിയമത്തെ പോലും മാനിക്കാതെയാണ് പലരും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നതും. അതിനേക്കാൾ ഉപരി അത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ അതിന്റെ പേരിൽ പെൺകുട്ടികളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് യുവതിയുടെ ബന്ധുക്കൾ.